അതുപോലെ ഒരു ടേമാണ് ടോക്സിക് റിലേഷൻഷിപ്സ് എന്ന് പറയുന്നത്. അതിപ്പോൾ എല്ലാവരും ഒരു ഒരു ഡേറ്റിംഗ് സ്പേസിലാണെങ്കിലും മാരേജസിനകത്താണെങ്കിലും എല്ലായിടത്തും യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ്. മൈത്രേന്റെ ഡെഫിനിഷൻ എന്താണ്? ഹൗ ഡസ് ആൻഡ് വെൻ ഡസ് എ റിലേഷൻഷിപ്പ് ടേൺ ടോക്സിക്? ഈ ഒരു ലോങ് പീരിയഡ് ഓഫ് ടൈം യു ആർ വിത്ത് അനദർ പാർട്ട്ണർ. അല്ല ഈ ആ ഒരു എക്സ്പീരിയൻസ് ലോകത്തിനെ നമ്മൾ സൈക്കോളജൈസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. എല്ലാ സാധനവും സൈക്കോളജിക്ക് അകത്തൂടെ, അതിനെ സൈക്കോളജൈസിങ്, സയൻറ്റിസം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എല്ലാ ശാസ്ത്രത്തിനകത്തൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ കണ്ടന്റ് ഇല്ലാതെ ചെയ്യുന്ന രീതികളിലൂടെ ലോകത്തിന് ഇഷ്ടം പോലെ ആളുകൾ വിശദീകരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ എവല്യൂഷണറി ആയിട്ട് ഒരിക്കലും മനസ്സിലാക്കപ്പെടാത്ത ആളുകൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള കുറേ കോൺസെപ്റ്റ്സ് ആയതല്ല. ടോക്സിക് എന്ന് നമ്മൾ പറയുന്ന സമയത്ത് പരസ്പരം ഇഷ്ടമില്ലാതായി മാറിയതിന് ശേഷവും തുടരാൻ ബാധ്യത വരുന്ന നിലവാരത്തിൽ ചില കരാറുകളിൽ ഒപ്പിടുമ്പോഴാണ് ടോക്സിക് റിലേഷൻഷിപ്പായിട്ട് മാറുന്നത്. ജീവിതകാലം മുഴുവൻ നിങ്ങൾ പങ്കാളികളായിരിക്കണമെന്ന് പള്ളിക്കാർ പറയുകയും ഗവൺമെൻറ് പറയുകയും ചെയ്യുന്ന സ്ഥലത്താണ് അത് ടോക്സിക്കായി മാറുന്നത്. ഈ ഒരു കണ്ടീഷനകത്താണ്. അതേ സമയത്ത് നമ്മൾ ഈ ഇരിക്കുന്ന കസേരയിൽ കുറേ നേരം ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് മതി വരും. അപ്പോൾ നമ്മൾ എണ്ണീറ്റ് നടക്കും. പിന്നെ ശരീരം പറയും ഇനി ഇരിക്കണ്ട. ആ സമയത്ത് എണ്ണിക്കാൻ പറ്റത്തില്ല, അവിടെ തന്നെ ഇരിക്കണമെന്ന് പറയുമ്പോഴാണ് ഈ ബന്ധം, ഈ കസേരയും ഞാനും തമ്മിലുള്ള ബന്ധം ടോക്സിക്കാവും. ഇതുപോലെ നിർബന്ധിക്കപ്പെടുന്ന ഏരിയകളിൽ വരുമ്പോഴാണ് ഈ ടോക്സിസിറ്റി എന്ന് പറയുന്നതിന് മീനിങ് ഉണ്ടാകും. അല്ലാതെ തുടങ്ങുമ്പോഴേ ടോക്സിക് റിലേഷൻഷിപ്പ് ആരംഭിക്കാനും നോക്കത്തില്ല. അത് ഈ പറയുന്ന പരസ്പരമുള്ള കൺസെൻറ്റും കാര്യങ്ങളിനകത്ത് നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ചെടിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. ഡിമിനിഷിങ് യൂട്ടിലിറ്റി എന്ന് എക്കണോമിക്സ് പറയുന്ന സാധനം, ഇതെല്ലാം ഒരേ കാര്യമാണ്. ആദ്യത്തെ ആപ്പിൾ തിന്നുന്ന പോലെ രണ്ടാമത്തെ ആപ്പിൾ തിന്നാൻ പറ്റത്തില്ലെന്നും മൂന്നാമത്തെ ആപ്പിൾ തിന്നു കഴിഞ്ഞ് ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ ആപ്പിൾ ഛർദ്ദിക്കാൻ വരുന്നെന്ന് പറയുന്ന സ്ഥലത്തെത്തുന്നത് അത് തിന്നാൻ നിർബന്ധിക്കപ്പെടും. അങ്ങനെ നോക്കുവാണെങ്കിൽ ഒരു 90% ഓഫ് ലോങ് ടേം റിലേഷൻഷിപ്സ്, അത് എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ, ഡെഫിനറ്റ്ലി. അത് പിന്നെ സഹിക്കേണ്ടതാണെന്ന് പഠിപ്പിക്കുന്ന ചിത്രം കൊണ്ടാണ്. ഇത് നിങ്ങൾ സഹിക്കേണ്ടതാണെന്ന്. പണ്ട് എങ്ങനെയായിരുന്നു സ്ത്രീകളെ പഠിപ്പിക്കുന്നത്? ഭാഗ്യം ഉണ്ടെങ്കിൽ നിനക്ക് നല്ല ഭർത്താവിനെ കിട്ടുന്ന. മറ്റേത് അങ്ങനെയല്ല. നമ്മൾ ഭാഗ്യം കൊണ്ടല്ല, നമുക്ക് സെലക്ട് ചെയ്യാനുള്ള കഴിവാണ്. നമ്മളൊരു കടയിൽ പോയി കിട്ടുന്ന സാധനം ഷർട്ട് മേടിക്കുകയല്ല ചെയ്യുന്നത്, സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്താലും അത് കൊള്ളത്തില്ലെന്ന് കണ്ടാൽ കളയാം. അത് കളയരുതെന്ന് പറയുന്ന ഈ മൂല്യമാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടാണ് ഇത് ജീവിതകാലം മുഴുവൻ ഒരു പങ്കാളി എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയാണെന്ന് ആരെങ്കിലും തിരഞ്ഞിട്ടുണ്ടോ? പ്രപഞ്ചത്തിലില്ലാത്തതാണ്, മനുഷ്യർക്ക് മാത്രമുള്ളതാണ്. മനുഷ്യരുടെ ആവശ്യത്തിന്, നിങ്ങൾ സ്വത്ത് കൈമാറുന്നതിനും കുട്ടിയെ വളർത്തുന്നതിൻ്റെ ആവശ്യം കൊണ്ട് ഉൽപ്പാദിപ്പിച്ചതാണ് ആശയം. അപ്പോൾ മൈത്രേൻ കനിയെ വളർത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു പോയിന്റിലും മൈത്രേന് തോന്നിയില്ല ഈ റിലേഷൻഷിപ്പ് ടോക്സിക് ആയി, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആവുന്നില്ല, കുഞ്ഞുണ്ട്, അതുകൊണ്ട് അത് സ്റ്റേ ചെയ്യണം എന്ന് തോന്നി? ഞാൻ പറഞ്ഞാൽ കുട്ടിയെ വളർത്തുന്ന ഉത്തരവാദിത്തത്തിൽ ഏർപ്പെട്ടിരിക്കുകയും ഞാനും ജയശ്രീയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനകത്ത് സ്പേസ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നത്. ഈ സ്പേസ് ആണ് ഇത് നിഷേധിക്കപ്പെടുന്നത്. എൽബോ സ്പേസ് എന്ന് നമ്മൾ പറയത്തില്ലേ? തിരക്കുള്ള ബസ്സിനകത്ത് ആളുകൾ തമ്മിൽ വഴക്കിടുന്നത് പോലെയാണ് ഈ ജീവിതം മുഴുവൻ. അപ്പം നമ്മൾ അങ്ങ് വരെ തിരക്കാണെന്നുണ്ടെങ്കിൽ അങ്ങ് വരെ വഴക്കിടും. നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്പേസസ് ഉള്ള റിലേഷൻഷിപ്പുകളാണെന്നുണ്ടെങ്കിൽ നമുക്കത് ലോങ് ടൈം ആയിട്ട് വർക്കൗട്ട് ചെയ്യും. നെഗോഷിയേഷനാണ് മനുഷ്യരുടെ ജീവിതത്തിൽ ഇല്ലാതായി പോകുന്നത്. രണ്ട് കട്ട് ആൻഡ് റൈറ്റ് നിയമങ്ങളാണുള്ളത്. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പാടാണ്. മറ്റേതങ്ങനെയല്ല, എൽബോ സ്പേസസ് ഉണ്ട്. അപ്പം നമുക്ക് ഇപ്പം ഈ റിലേഷൻഷിപ്പുകൾ നീണ്ടു പോകുന്നതിൻ്റെ പലതിൻ്റെയും കാരണം അവരൊന്നിച്ച് ജീവിക്കാതിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട്. കാരണം ജോലിയുള്ളവർ വല്ലയിടത്തും ആയിരിക്കും, അവരൊന്നിച്ചാണെന്നുള്ള സങ്കല്പം മാത്രമാണ്. ഞാനും ജയശ്രീയും തമ്മിൽ ഒന്നിച്ച് ജീവിച്ച അത്രയും പോലും ജീവിക്കാത്തവരാണ് ഈ ജീവിക്കുന്നവരല്ല.